ഇക്ബാൽ അറക്കൽ, പാലക്കാട്ട് വി.കെ. ശ്രീകണ്ഠൻ എം.പി ആദ്യഘട്ടത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ റിനിക്കെതിരെ നടത്തിയ ഒരു പരാമർശം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പാലക്കാട്ടെ DCC-ക്ക്, പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്ക്, അണികൾക്ക്, പ്രവർത്തകർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകട്ടെ എന്ന നിലപാട് തന്നെയല്ലേ? സുജി, അതായത് പാലക്കാട് DCC പ്രസിഡന്റ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുലിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണമാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഓഡിയോകൾ, അതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ റിപ്പോർട്ടറിലൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ DCC അവരുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. രാഹുൽ കുറച്ചുകൂടി കരുതലും ഉത്തരവാദിത്വം പുലർത്തേണ്ടതായിരുന്നു. ഒരു ജനപ്രതിനിധി രീതിയിൽ രാഹുൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുലർത്തിയില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ഇപ്പോൾ DCC ഉൾപ്പെടെ പുറകോട്ട് പോയിരിക്കുന്നു. മാത്രമല്ല DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി.കെ. ശ്രീകൃഷ്ണൻ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി.കെ. ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ പരസ്യമായി രംഗത്തേക്ക് എത്തി ആവശ്യപ്പെട്ടുള്ളത്. ഷൊർണൂരിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ INTUസിന്റെ ഭാരവാഹിയായിട്ടുള്ള വിനോദ് കലായ ആയിക്കോട്ടെ, അവരെല്ലാം ആവശ്യപ്പെടുന്നത് രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ വനിതകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും, വനിതകൾക്ക് അത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കാൻ ഇത്തരത്തിലുള്ള രാജി കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിനകത്തെ നേതാക്കൾ പറയുന്നത്. ഏതായാലും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അത് പാലക്കാട്ടെ കോൺഗ്രസിനകത്തും ഇപ്പോൾ ഉയരുന്നു. നേരത്തെ SFIയും DYFIയും BJPയും യുവമോർച്ചയും അതുപോലെ തന്നെ മഹിളാ മോർച്ചയും എല്ലാമാണ് പാലക്കാട് നഗരത്തിലൂടെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് DCC നേതാക്കൾ തന്നെ ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് രംഗത്തേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. DCC പ്രസിഡന്റ് തന്നെ ഇപ്പോൾ രാഹുലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നു. രാഹുൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു, പക്ഷേ അദ്ദേഹം അതിനനുസരിച്ചുള്ള കരുതലും ഉത്തരവാദിത്വം അദ്ദേഹം സ്വീകരിച്ചില്ല എന്ന് DCC പ്രസിഡന്റിന്റെ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും വി.കെ. ശ്രീകണ്ഠനപ്പുറം പാലക്കാട്ടെ DCC എല്ലാം ഇപ്പോൾ രാഹുലിനെ തള്ളി രംഗത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സുജിയ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും മുന്നണിക്കുള്ളിൽ, പാർട്ടിക്കുള്ളിൽ രാഹുൽ ഒറ്റപ്പെടുകയാണ് കൂടുതൽ.